പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇനി മൂന്ന് മുന്നണികളുടെയും വെല്ലുവിളി. ജയിച്ചാൽ ഇടാനുള്ള മന്ത്രിക്കുപ്പായം വരെ ചിലരൊക്കെ തയ്പ്പിച്ചു കഴിഞ്ഞു എന്നും കേൾക്കുന്നുണ്ട്. UDF ജയിച്ചാൽ മന്ത്രിയാകാനുള്ള പിടിവലി തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കോൺഗ്രസ് എംപിമാർ പാർലമെന്റിൽ താല്പര്യമില്ലാതെ നിൽക്കുകയാണ്. മന്ത്രിയായി വിലസുന്ന പവർ എംപിക്ക് ഇല്ലെന്നാണ് നമ്മുടെ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് കൂട്ടത്തോടെ രാജിക്കൊരുങ്ങുകയാണ് ഈ കൂട്ടർ. നിലവിലെ ലോക്സഭാ സീറ്റുകൾ രാജിവെച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരെന്നാണ് റിപ്പോർട്ടുകൾ. UDF ഭരണത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ സ്ഥാനം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇവരുടെ ഇത്തരമൊരു നീക്കം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസ് 14 സീറ്റുകൾ നേടിയിരുന്നു. UDF മൊത്തം 18 സീറ്റുകളുമായി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ 2026 തിരഞ്ഞെടുപ്പിൽ UDF തിരിച്ചു വരുമെന്ന പ്രതീക്ഷയാണ് എംപിമാരെ പ്രചോദിപ്പിക്കുന്നത്. മന്ത്രിസഭയിൽ സ്ഥാനം ലഭിക്കുന്നതിന് നിയമസഭാ അംഗത്വം ആവശ്യമായതിനാൽ MP സ്ഥാനം ഉപേക്ഷിക്കാനും ഇവർക്കിപ്പോൾ ഒരു മടിയുമില്ല. എന്നാലും ഇപ്പോഴത്തെ ഈ ഒരു നീക്കം പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹത്തിന് കാരണമാകുമെന്ന ആശങ്കയുണ്ട്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് നേതൃത്വം സിറ്റിംഗ് എംപിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കരുതെന്ന നിലപാടിലാണ്. ഇത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുറത്തു വരുന്ന വിവരമനുസരിച്ച് കോൺഗ്രസിന്റെ 14 എംപിമാരിൽ 6 മുതൽ 7 വരെ പേർ നിയമസഭാ മത്സരത്തിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ ചിലർ മുഖ്യമന്ത്രി സ്ഥാനത്തിനും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. KPCC മുൻ പ്രസിഡന്റായ K സുധാകരനാണ് മന്ത്രിയാകാൻ കച്ചകെട്ടിയ പ്രധാന നേതാവ്. ഇതിനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന നിലപാട് എടുത്തിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വം നിർബന്ധിച്ചാണ് സുധാകരനെ വീണ്ടും മത്സരിപ്പിച്ചത്. ആറ്റിങ്ങൽ എംപിയും UDF കൺവീനറുമായ അടൂർ പ്രകാശാണ് മന്ത്രിസ്ഥാനത്തിന് നോട്ടമിട്ട മറ്റൊരാൾ. ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ്, VK ശ്രീകണ്ഠൻ, ബെന്നി ബെഹന്നാൻ, ഹൈബി ഈഡൻ, ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ചില സർവേകളിൽ ശശി തരൂർ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയി മുൻനിരയിലാണെങ്കിലും പാർട്ടി അതങ്ങോട്ട് അംഗീകരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. കാരണം തരൂരുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലോ നേതൃത്വം. UDF അധികാരത്തിലെത്തിയാൽ ആരെ മുഖ്യമന്ത്രിയാക്കുമെന്നത് മുൻകൂട്ടി തീരുമാനിക്കില്ലെന്നാണ് റിപ്പോർട്ട്. മന്ത്രിയാകാനുള്ള പിടിവലി കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. 2025 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ ശക്തമായ പോരാട്ടവും വേണം. അതുകൊണ്ട് തന്നെ എംപിമാരുടെ മോഹങ്ങൾ പാർട്ടിയുടെ ഐക്യത്തെ ബാധിക്കുമെന്ന് പ്രവർത്തകർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. കോൺഗ്രസ് എംപിമാരുടെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളെ പലരും അമിത ആത്മവിശ്വാസമായി മാത്രമാണ് കാണുന്നത്. കാരണം 2024 14 സീറ്റുകൾ നേടിയ വിജയം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാമെന്ന വിശ്വാസത്തിലാണ് നേതാക്കളുള്ളത്. പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും വോട്ടിംഗ് മാതൃകകൾ പലപ്പോഴും വ്യത്യസ്തമാണ്. UDF ജയിച്ചാൽ തന്നെ മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് കരുതി ചിലർ ലോക്സഭാ സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്നാൽ പാർട്ടി ഹൈക്കമാൻഡും ആഭ്യന്തര മത്സരവും കാരണം അത് ഉറപ്പല്ല എന്നത് ഈ കൂട്ടർ മനസ്സിലാക്കുന്നുമില്ല. ആരാണ് മുഖ്യമന്ത്രിയാവുക എന്ന കാര്യത്തിൽ ഏകാഭിപ്രായമില്ലാത്ത അവസ്ഥയിൽ തന്നെ മന്ത്രിക്കുപ്പായം തയ്പ്പിച്ചു തുടങ്ങിയത് തന്നെ അമിത ആത്മവിശ്വാസത്തിന്റെ തെളിവാണ്. നേതാക്കളുടെ ഇത്തരം മോഹങ്ങൾ പാർട്ടിയുടെ ഐക്യത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ടല്ലോ. ശക്തമായ എതിരാളിയായ LDFനെ നേരിടേണ്ട സമയത്ത് ആഭ്യന്തര മത്സരത്തിലാകുന്നത് തന്നെ പാർട്ടിക്ക് അപകടമാണെന്ന് പോലും മനസ്സിലാക്കാനുള്ള ബോധം ഈ കോൺഗ്രസുകാർക്ക് ഇല്ലാതെ പോയി. ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ജനങ്ങൾ തന്നെ ഒരു കോമാളി പരിവേഷം ഇവർക്ക് നൽകുമെന്ന് ഇവർ മറന്നു പോകുന്നുണ്ട്. എംപിമാർ നിയമസഭയിലേക്ക് മാറി മന്ത്രിയാകാനുള്ള മോഹം പ്രകടിപ്പിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തകരിൽ ജനസേവനത്തിന് വേണ്ടിയല്ല അധികാരത്തിനായി എന്ന ഒരു സന്ദേശമാകും ഉറപ്പായും നൽകുക. ഇതോടെ പ്രവർത്തകരുടെ ഉത്സാഹം കുറയും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള കലഹവും മന്ത്രിസ്ഥാനത്തേക്കുള്ള പിടിവലിയും പാർട്ടിയുടെ ഐക്യത്തെ തന്നെ തകർക്കും. ആഭ്യന്തര കലഹം ശക്തമായാൽ പുറത്തേക്കുള്ള പ്രചരണത്തിൽ ശക്തി നഷ്ടപ്പെടും. ജനങ്ങൾ കോൺഗ്രസ് നേതാക്കളെ അധികാരമോഹികളായി മാത്രം കാണാൻ തുടങ്ങും. LDFും BJPയും കോൺഗ്രസിനെതിരെ ശക്തമായ പ്രചാരണത്തിന് ഈ അമിത ആത്മവിശ്വാസത്തെ ആയുധമാക്കുകയും ചെയ്യും.
കോൺഗ്രസ് അധികാരത്തിലേക്കല്ല, അധികാരത്തിനായി പോരാടുന്നു എന്ന പ്രചാരം ജനങ്ങളെ സ്വാധീനിക്കും. ആഭ്യന്തര കലഹവും നേതാക്കളുടെ അധികാരമോഹവും നിയന്ത്രിക്കാനാവില്ലെങ്കിലും കോൺഗ്രസിനുള്ള സ്വാഭാവിക വിജയസാധ്യത തന്നെ നഷ്ടപ്പെട്ടു പോകും. വിജയം ഉറപ്പാണെന്ന് കരുതിയ പാർട്ടികൾ തന്നെ പലപ്പോഴും തോറ്റിട്ടുണ്ട് എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലവട്ടം തെളിഞ്ഞിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഓവർ കോൺഫിഡൻസ് തന്നെ 2026 വിജയത്തിന് ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.